ഹായ് കുട്ടികളെ, മാതാപിതാക്കളെ, കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസിൻ്റെ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട ക്ലാസ് കോച്ചിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഫീസ് സ്ട്രക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ എഞ്ചിനീയറിംഗ് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ സെലക്ട് ചെയ്യേണ്ട കോളേജുകളിൽ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ആ കോളേജുകളുടെ ഫീസ് സ്ട്രക്ചർ എത്രയാണ് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിലെയും ഫാർമസി കോളേജുകളിലെയും ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ കോളേജുകളിൽ ഓപ്ഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ ഓർഡർ തീരുമാനിക്കുന്ന സമയത്ത് ഈ ഫീസ് സ്ട്രക്ചറും കൂടി പരിഗണിച്ചതിന് ശേഷം മാത്രം ഓർഡറുകൾ വയ്ക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം, ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം, ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് അഡ്മിഷൻ മെമ്മോ എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിൽ വരികയും ആ മെമ്മോ അനുസരിച്ചിട്ട് നമ്മൾക്ക് അലോട്ട്മെൻറ്റിൽ കിട്ടുന്ന കോളേജിലേക്കും ബ്രാഞ്ചിലേക്കും നമ്മൾ ഫീസ് അടച്ച് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടും വരുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഞാനിപ്പോൾ ഈ പറയുന്ന ഫീസ് സ്ട്രക്ചറിന് ആനുപാതികമായ ഒരു പൈസ നിങ്ങൾ അഡ്മിഷൻ പർപ്പസിന് വേണ്ടിയിട്ട് കരുതി വെക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് വരുന്ന ഫീസ് സ്ട്രക്ചറുകൾ ഞാനിപ്പോൾ പറയാം. നമ്മൾക്കറിയാം, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ, ഡയറക്റ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത് എങ്കിൽ നിങ്ങൾക്ക് ആകെ ഒരു വർഷത്തിൽ ട്യൂഷൻ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 8650 രൂപ മാത്രമാണ് വരിക. ഇനി രണ്ടാമത്തെ കാറ്റഗറി കോളേജുകൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകളാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോസ്പെക്ടസിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഈ കോളേജുകളിൽ നമുക്ക് രണ്ട് കാറ്റഗറിയിലുള്ള ഫീസാണ് വരുന്നത്. അതായത് മെറിറ്റ് ഫീസിൽ റെഗുലേറ്റഡ് ഫീ വരുന്നുണ്ട്, അതുകൂടാതെ തന്നെ മെറിറ്റ് ഫീസിലെ ഫുൾ ഫീ വരുന്നുണ്ട്. അപ്പോൾ മെറിറ്റ് സീറ്റിലെ റെഗുലേറ്റഡ് ഫീ എന്ന് പറയുന്നത് ഏകദേശം 36,000 രൂപ മുതൽ 40,000 രൂപ വരെയാണ് നിങ്ങൾ കരുതേണ്ടതായിട്ടുള്ളത്. ഇനി മെറിറ്റ് സീറ്റിൽ ഫുൾ ഫീസ് വരുന്നത് ഏകദേശം 70,000 രൂപയാണ് വരിക. അതായത് 60,000 രൂപ മുതൽ 70,000 രൂപ വരെയുള്ള റേഞ്ചിലാണ് നമുക്ക് ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. ഇനി മൂന്നാമത്തെ കാറ്റഗറി വരുന്ന എഞ്ചിനീയറിംഗ് കോളേജുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നമുക്ക് 15,000 രൂപ ആനുവൽ ട്യൂഷൻ ഫീസായിട്ട് മെറിറ്റ് റെഗുലേറ്റഡ് ഫീ വരുന്നുണ്ട്. അതുപോലെ തന്നെ മെറിറ്റിൽ തന്നെ ഫുൾ ഫീയിൽ 53,000 രൂപയും അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇനി നാലാമത്തെ കാറ്റഗറിയിൽ വരുന്ന എഞ്ചിനീയറിംഗ് കോളേജുകൾ വെറ്റിനറി സർവകലാശാലയുടെ കീഴിൽ വരുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളാണ്. അവിടെ നമുക്ക് ബിടെക് ഡയറി ടെക്നോളജി പഠിക്കുന്നതിനായിട്ട് റെഗുലേറ്റഡ് ഫീയും ഫുൾ ഫീയും രണ്ടും 8,400 രൂപയാണ് നിങ്ങൾ കരുതേണ്ടതായിട്ടുള്ളത്. ഇനി എഞ്ചിനീയറിംഗ് കോളേജ് അണ്ടർ കേരള യൂണിവേഴ്സിറ്റിയുടെ ഫിഷറീസ് ആൻഡ് ഓഷൻ സ്റ്റഡീസിന് കീഴിൽ വരുന്ന എഞ്ചിനീയറിംഗ് കോളേജിലേക്കാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് എങ്കിൽ അവിടെ നമുക്ക് ഏകദേശം 66,000 രൂപയാണ് നിങ്ങൾ ഫീസായിട്ട് കരുതേണ്ടത്. ഇനി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മൂന്നാർ ഇടുക്കിയിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിലേക്ക് ഏകദേശം 35,000 രൂപയും അതുപോലെ തന്നെ മെറിറ്റ് സീറ്റിൻ്റെ ഫുൾ ഫീയിൽ 65,000 രൂപയുമാണ് അടയ്ക്കേണ്ടതായിട്ടുള്ളത്. മറ്റ് ബ്രാഞ്ചുകളിലേക്ക് ഏകദേശം 35,000 രൂപയാണ് ആനുവൽ ഫീസായിട്ട് നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരിക. ഇനി പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ നമ്മൾക്ക് 50% ഗവൺമെൻറ് സീറ്റ് ഉള്ളതാണ്. ഈ 50% ഗവൺമെൻറ് സീറ്റിൽ തന്നെ 25% ലോവർ ഇൻകം ഗ്രൂപ്പിൽ വരുന്ന ആളുകൾക്ക് 50,000 രൂപയാണ് ആനുവൽ ട്യൂഷൻ ഫീസായിട്ട് അടയ്ക്കേണ്ടത്. എന്നാൽ ഹയർ ഇൻകം ഗ്രൂപ്പിലേക്ക് വരുന്ന ആളുകൾക്ക് ഈ 50,000 രൂപ കൂടാതെ തന്നെ 25,000 രൂപ അഡീഷണൽ ട്യൂഷൻ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരുന്നതാണ്. ഇനി നേവൽ ആർക്കിടെക്ചർ, ഷിപ്പ് ബിൽഡിംഗ് പോലെയുള്ള കോഴ്സുകളിലേക്കാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ 25% ലോവർ ഇൻകം ഗ്രൂപ്പിന് 85,000 രൂപയും അതുപോലെ തന്നെ ഹയർ ഇൻകം കാറ്റഗറിയിൽ വരുന്നവർക്ക് 85,000 രൂപ ആനുവൽ ഫീസ് കൂടാതെ 50,000 രൂപ അഡീഷണൽ ട്യൂഷൻ ഫീസായിട്ട്, സ്പെഷ്യൽ ട്യൂഷൻ ഫീസായിട്ട് അടയ്ക്കേണ്ടതായിട്ടും വരുന്നതാണ്. ഇനി എഞ്ചിനീയറിംഗ് കോളേജുകൾ കാത്തലിക് മാനേജ്മെൻറ്റിൻ്റെ കൺട്രോളിലുള്ള മറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ 50% ഗവൺമെൻറ് സീറ്റുകളിലേക്ക് 1,00,000 രൂപയാണ് ആനുവൽ ഫീസായിട്ട് നിങ്ങൾ കരുതേണ്ടത്. എന്നാൽ സ്കോളർഷിപ്പ് അവൈലബിലിറ്റി ആ മാനേജ്മെൻറ്റിൻ്റെ കോളേജുകളിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാവുന്ന സ്കോളർഷിപ്പുകൾ ഏതാണെന്ന് കൂടി നിങ്ങൾ ആ കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഓട്ടോണമസ് ആയിട്ട് വരുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ കുറച്ച് കോളേജുകൾ ഓട്ടോണമസ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളായിട്ട് നിങ്ങളുടെ പ്രോസ്പെക്ടസിൽ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കോളേജുകളിൽ 50% ഗവൺമെൻറ് സീറ്റിലേക്ക് 1,00,000 രൂപയാണ് ഫീസ് വരുന്നത്. അവിടെയും ഓട്ടോണമസ് കോളേജുകളായതിനാൽ ആ കോളേജുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്കോളർഷിപ്പുകൾ ലഭിക്കുവാനായിട്ട് സാധ്യതയുള്ളതാണ്. ഗവൺമെൻറ് ഫാർമസി കോളേജുകളിലേക്ക് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് 17,000 രൂപയാണ് ഫീസ് ആയിട്ട് കരുതേണ്ടത്. ഇനി സെൽഫ് ഫിനാൻസിങ് ഫാർമസി കോളേജുകളിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് നോക്കുന്നവർക്ക് ട്യൂഷൻ ഫീ ഏകദേശം 1,00,000 രൂപയ്ക്ക് മുകളിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഫീ ആയി ഏകദേശം 40,000 രൂപയോളവും വരുന്നതാണ്. അപ്പോൾ ഇതാണ്
നമ്മൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന വിവിധ കാറ്റഗറിയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള ട്യൂഷൻ ഫീകൾ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു വീഡിയോകളും ഇതിൻ്റെ തുടർച്ചയായിട്ട് കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതാണ്. എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ കാണുവാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസും ഓൺ ചെയ്യുക. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് കാണാം.